വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ സന്ദർഭങ്ങൾ അടർത്തിയെടുത്തും ചിലർ ഉപയോഗിക്കാറുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരീശ്വരവാദ സ്വഭാവമുള്ളവരും ദൈവവിശ്വാസമുള്ള വിവിധ മതസ്ഥരായ പ്രവാചക നിന്ദ നടത്തുന്നവരും ഒരേ പോയിന്റാണ് അവിഷയത്തിലും അവർക്കുള്ളത്. വിശുദ്ധ ഖുർആനിൽ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫളിബു ഫൗഖൽ അനാഖ്, നീ അവരുടെ കഴുത്തിന് മീതെ വെട്ടിക്കളയണം. കണ്ടോ, വിശുദ്ധ ഖുർആൻ പറയുന്നത്, മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിക്കുന്നത് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം. ഇതാ വിശുദ്ധ ഖുർആനിൽ കണ്ടോ, ആയത്തിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തടങ്ങുന്ന ആ സൂറത്ത് മാത്രം 1-ാമത്തെ ആയത്ത് മുതൽ ഒരു 25-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം ഒന്ന് മലയാളത്തിൽ മാത്രം വായിച്ചാൽ എന്ത് വിമർശനമാ സഹോദര ഈ ഉന്നയിക്കുന്നത് എന്ന് ഒരു ഇസ്ലാമിനെ പറ്റി പ്രാഥമിക ജ്ഞാനമില്ലാത്ത വ്യക്തി പോലും പറയും. സാഹചര്യം ഏതാണ്? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ ഒരു കച്ചവട സംഘം പോവുകയും ആ കച്ചവട സംഘത്തിലെ മുഴുവൻ ലാഭവും നയാ പൈസ സ്വന്തം എടുക്കാതെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ കച്ചവട സംഘം വലിയ ലാഭവും കോളുമായി വരികയാണ് മദീനയിൽ പ്രവാചകനെയും അനുയായികളെ നശിപ്പിക്കാൻ. ആ സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന് വഹി നൽകി അവരെ മദീനയിലേക്ക് വരാൻ സമ്മതിക്കേണ്ടതില്ല, അവരെ അങ്ങോട്ട് പോയി പ്രതിരോധിക്കുക. ആ പ്രതിരോധിച്ച സ്ഥലത്തിന്റെ പേരാണ് ബദർ. ആ ബദറിൽ വെച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ പ്രവാചകനും 100-ൽ പരം മാത്രം വരുന്ന അനുയായികളും അങ്ങോട്ട് പോയി പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തിന്റെ സന്ദർഭത്തിൽ ഇറങ്ങിയ യുദ്ധ നിയമമാണ്, അങ്ങനെ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആ ശത്രുക്കളെ യുദ്ധമുഖത്ത് വെച്ച് നിങ്ങൾ കണ്ടാൽ ഫളിബു ഫൗഖൽ അനാഖ്, അവരുടെ കഴുത്തിന് വീതെ വെട്ടിക്കളയണം. അപ്പോൾ യുദ്ധരംഗത്തുള്ള ഒരു നിയമമാണത്. യുദ്ധരംഗത്ത് വെച്ച് ശത്രുവിനെ കണ്ടുമുട്ടിയാൽ ആ സന്ദർഭത്തിൽ അവന്റെ കഴുത്ത് വെട്ടിക്കളയണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായെന്ന് കരുതുക. ഒരു രാഷ്ട്രവുമായി ലോകത്തെവിടെയും ഒരു യുദ്ധവും ഇനി വേണ്ട സങ്കൽപ്പിക്കുക. അങ്ങനെ ഒരു യുദ്ധം നടന്നാൽ ചൈനീസ് പട്ടാളക്കാരനെ യുദ്ധരംഗത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ കെട്ടിപ്പിടിക്കുകയാണോ വെട്ടിക്കൊല്ലുകയാണോ വേണ്ടത്? വെട്ടിക്കൊല്ലുകയാണ് വേണ്ടത്, സംശയമില്ലല്ലോ. അത് യുദ്ധ നിയമമാണ്. ഇവിടെ യുദ്ധത്തിന്റെ സാഹചര്യം എന്ന് ഒഴിവാക്കിയാലോ? പ്രോഫ് കോൺ വരുന്നു, തളിപ്പറമ്പ് ടൗണിൽ ഇറങ്ങി, നിങ്ങളെ പേരെന്താ? ഗോപാലൻ, ടീം വെട്ടിക്കളഞ്ഞു. അതിനുള്ള തെളിവായിട്ട് അവിടെ അവതരിപ്പിക്കുന്നത് നോക്കൂ, എന്തൊരു ക്രൂരതയാണിത്. അപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തിന്റെ ആ ഭാഗം മാത്രം, ഒരു വിശദീകരണവും വേണ്ട, ആ ഭാഗം മാത്രം പൂർണ്ണമായൊന്ന് വായിച്ചാൽ, പഠിക്കാൻ ശ്രമിച്ചാൽ ആ തെറ്റിദ്ധാരണ അവിടെ തന്നെ ഐസായി മാറിപ്പോകും.